നമസ്കാരം. 1954 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഓപ്പറേഷൻ വെറ്റ് ബാഗ് എന്ന പേരിൽ ഒരു കുടിയേറ്റ വിരുദ്ധ ഓപ്പറേഷൻ നടത്തിയിരുന്നു. മെക്സിക്കോയിൽ നിന്നും അനധികൃതമായി എത്തിയ 10 ലക്ഷത്തിലധികം ആളുകളെ നാടുകടത്തി. അന്ന് ഉപയോഗിച്ചിരുന്നത് വളരെ വംശീയമായ ഒരു പദാവലിയായിരുന്നു. പക്ഷേ വലിയ കോളിളക്കം സൃഷ്ടിച്ച അമേരിക്കയുടെ ഒരു കുടിയേറ്റ വിരുദ്ധ യുദ്ധമായിരുന്നത്. അതിനെയും മറികടക്കുന്ന അനധികൃത കുടിയേറ്റ വിരുദ്ധ യുദ്ധമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റയുടൻ പ്രഖ്യാപിച്ചത്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലായിരിക്കും താൻ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് ട്രംപ് അഭിമാനത്തോടെ പറഞ്ഞു. 11 മില്യൺ, അതായത് 1,10,00,000 അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിലുണ്ട് എന്നാണ് ഏകദേശ കണക്ക്. കൃത്യമായ കണക്കൊന്നും അനധികൃത കുടിയേറ്റക്കാരെ കുറിച്ച് കിട്ടുകയില്ല എന്നതാണ് വാസ്തവം. പലരും അതിർത്തി വഴി നുഴഞ്ഞു കയറി വളരെ ദുരൂഹമായി ജീവിക്കുകയാണ്. എങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞത് 1 കോടി വിദേശികൾ അമേരിക്കയിൽ ജീവിക്കാൻ നിയമപരമായി അവകാശമില്ലാതെ ജീവിക്കുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവരെ ഓരോരുത്തരെയും തപ്പിപ്പിടിച്ച് നാടുകടത്തും. അവരുടെ രാജ്യത്തേക്ക് നാടുകടത്തും, അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും നാടുകടത്തും. അങ്ങനെ രാജ്യം ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായി ധാരണയിലെത്തി അവിടുത്തെ കുപ്രസിദ്ധമായ ജയിലുകളിലേക്ക് മാറ്റുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഐസ് എന്നൊരു ഡിപ്പാർട്ട്മെന്റ് അമേരിക്കയ്ക്ക്, ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ്. ഈ ഐസിനെ പരമാധികാരം കൊടുത്തിരിക്കുന്നു. അവർ വഴിയെ നടന്ന് ഓടിച്ചിട്ടാണ് ആളുകളെ പിടിക്കുന്നത്. എന്ത് നിസ്സാരമായ കുറ്റകൃത്യവും ഒരു വിദേശിയുടെ മേൽ ചുമത്തി നാടുകടത്താൻ ഐസിന് അധികാരമുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യൻ സ്റ്റുഡന്റ് വിസക്കാരടക്കമുള്ളവർ ഇസ്രയേലിനെ എതിർത്ത് പ്രതിഷേധ പ്രകടനം നടത്തിയതിന്റെ പേരിൽ വിസ റദ്ദാക്കപ്പെട്ട് നാടുകടത്തപ്പെട്ടത്. ഐസ് പതിയെ പതിയെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയിൽ ഏറ്റവും അധികം അനധികൃത കുടിയേറ്റക്കാരുള്ളത് കാലിഫോർണിയ സംസ്ഥാനത്താണ്. കാലിഫോർണിയയുടെ ഗവർണർ കെവിൻ ന്യൂസമും കാലിഫോർണിയയിലെ ഏറ്റവും വലിയ നഗരമായ ലോസ് ആഞ്ചലസിന്റെ മേയർ കാരൻ ബാസും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രതിനിധികളാണ്. അവർ അനധികൃത കുടിയേറ്റത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. അവർ ട്രംപിന്റെ ഈ നാടുകടത്തൽ പ്രക്രിയയോട് യോജിക്കുന്നില്ല, സഹകരിക്കുന്നില്ല. എന്നാൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന് അതിനുള്ള അധികാരമുണ്ട് താനും. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ലോസ് ആഞ്ചലസ് നഗരത്തിൽ വ്യാപകമായ റെയ്ഡ് നടക്കുന്നു. ഐസിന്റെ ജീവനക്കാർ കടകളും റെസ്റ്റോറന്റുകളും സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ കയറി അവിടെയുള്ള വിദേശികളുടെ ഐഡന്റിറ്റി കാർഡ് പരിശോധിച്ച്, വിദേശികളാണെങ്കിൽ അവരുടെ വിസ ചോദിച്ച് വിസ ഇല്ലാത്തവരെ കൈയോടെ പൊക്കിക്കൊണ്ടുപോകുന്നു. അനേകം പേരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് പേടിച്ച് പല അനധികൃത കുടിയേറ്റക്കാരും ജോലിക്ക് വരാതായതോടെ ലോസ് ആഞ്ചലസിലെ പല കടകളും അടച്ചുപൂട്ടേണ്ടി വന്നു. കാരണം അത്രമാത്രം അനധികൃത കുടിയേറ്റക്കാർ പ്രത്യേകിച്ച് ഗ്യാസ് സ്റ്റേഷനിലും മറ്റും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ അപ്രതീക്ഷിതമായൊരു സംഭവം ഉണ്ടായി. ഈ അനധികൃത കുടിയേറ്റക്കാരും ഡെമോക്രാറ്റിക് പാർട്ടി പ്രവർത്തകരും അടക്കമുള്ളവർ ഒരുമിച്ച് ചേർന്ന് ഐസ് ഉദ്യോഗസ്ഥരെ തടയാൻ തുടങ്ങി. ഗോ ബാക്ക് ഐസ്, നിങ്ങളെ ഞങ്ങൾക്ക് ഇവിടെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവർ ബഹളം വെച്ചു. അറസ്റ്റ് ചെയ്തവരെ തിരിച്ചു തരണം, വിട്ടയക്കണമെന്നായിരുന്നു ബഹളം. ആ ബഹളം വാർത്തകളിൽ നിറഞ്ഞു. പതിയെ പതിയെ അതൊരു കലാപമായി മാറി. ലോസ് ആഞ്ചലസ് നഗരം കഴിഞ്ഞ 3 ദിവസമായി കലാപബാധിതമാണ്. അവിടുത്തെ ഫ്രീ വേകൾ, അതായത് നമ്മുടെ ഇവിടുത്തെ ദേശീയപാതയുടെ വലിയ രൂപം, നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് അവിടുത്തെ ദേശീയപാതകൾ. ഈ ഒരു വശത്തൂടെ പോകുന്ന വാഹനം ആ വശത്തൂടെ തിരിച്ചു വരുന്നു എന്നും അവിടെ ചരിത്രത്തിലില്ല. പക്ഷെ പല ഫ്രീ വേകളും നിർത്തിയിട്ട് ഗതാഗതം സ്തംഭിച്ചതുകൊണ്ട് അതേ തന്നെ രണ്ടാക്കി തിരിച്ച് പുറകോട്ട് വിടുകയാണ്. ഒരു വശത്തുകൂടി വരുന്നവർക്ക് തിരിച്ചു പോകാം, കാരണം അത്രമാത്രം ഗതാഗത സ്തംഭനം ഉണ്ടായിരിക്കുന്നു. പോലീസ് പട്രോൾ വാഹനങ്ങൾ മിക്കതും തീക്കിട്ടു. നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു. നിരവധി കടകൾ കൊള്ളയടിച്ചു. സ്ഥാപനങ്ങൾ അഗ്നിക്കിരയാക്കി. ഫ്രീവേയുടെ ടണലിൽ കുടുങ്ങിപ്പോയ പോലീസിന് നേരെ കൊലപാതക ശ്രമം പോലും ആൾക്കൂട്ടം നടത്തി. അങ്ങനെ വലിയ കലാപമായി അത് കത്തിപ്പടരുന്നു. ട്രംപ് നേരിട്ടിറങ്ങുന്നു. ഈ കലാപം നിയന്ത്രിക്കാൻ കാലിഫോർണിയ ഗവർണർക്കോ ലോസ് ആഞ്ചലസ് മേയർക്കോ കാര്യശേഷിയില്ല. അവർ കലാപകാരികൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫെഡറൽ സേനയെ അയക്കാൻ ട്രംപ് തീരുമാനിച്ചു. നാഷണൽ ഗാർഡ്സ് ഞൊടിയിടയിൽ പറന്നെത്തി. പോലീസിനൊപ്പം ആയിരക്കണക്കിന് ഫെഡറൽ ഗാർഡ്സ് എത്തിയതോടെ ലോസ് ആഞ്ചലസ് നഗരം കുരുതിക്കളമായി മാറി. റബ്ബർ ബുള്ളറ്റുകളും ടിയർ ഗ്യാസുകളും പ്രതിഷേധക്കാർക്ക് നേരെ നീണ്ടു. വലിയ നഗരം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു. പക്ഷെ പ്രതിഷേധക്കാർ മടങ്ങാതെ സമരം തുടരുന്നു. ഗവർണറും മേയറുമൊക്കെ ട്രംപിനെതിരെ രംഗത്ത് വന്നു. കാലിഫോർണിയ സംസ്ഥാനത്തിന്റെ പരമാധികാരത്തിന്റെ മേൽ ഫെഡറൽ ഗവൺമെന്റ് കാട്ടിക്കൂട്ടുന്ന അധിനിവേശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി അവർ എതിർത്തു. ട്രംപിന് പക്ഷേ മനം മാറിയില്ല എന്ന് മാത്രമല്ല, പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വന്നു.
എത്ര ശക്തമായി നേരിടാൻ കഴിയുമോ അത്രയും ശക്തമായി നേരിടുക, ഒരുത്തനെയും വെറുതെ വിടരുത് എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. പക്ഷേ ഇതൊന്നും കലാപകാരികളെ പിന്തിരിപ്പിച്ചില്ല. പുതിയ പുതിയ ആളുകൾ എത്തിക്കൊണ്ടിരുന്നു. മിക്കവരും മാസ്ക് ധരിച്ചാണ് എത്തിയത് എന്ന് മനസ്സിലാക്കി ട്രംപ് വിചിത്രമായൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. മാസ്ക് ധരിക്കുന്ന സകലരെയും അറസ്റ്റ് ചെയ്യാൻ അനുമതി കൊടുത്തുകൊണ്ടുള്ള ഉത്തരവ്. അതായത് കോവിഡിനെ പേടിച്ചാണെങ്കിൽ കൂടി ആരെങ്കിലും മാസ്ക് ധരിച്ചെത്തിയാൽ അവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അധികാരം കൊടുത്തിരിക്കുന്നു. ഫെഡറൽ ഗാർഡ്സിന് അനുമതി കൊടുത്തിരിക്കുന്നു. കൂട്ടത്തോടുകൂടി ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കിയാണ് ഇപ്പോൾ കാലിഫോർണിയയിൽ. അതിനിടയിൽ കാലിഫോർണിയയിലെ സമരം സാൻ ഫ്രാൻസിസ്കോയിലേക്ക് കൂടി പടർന്നിട്ടുണ്ട്. ട്രംപ് പക്ഷെ കലി പിടിച്ച് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ വേട്ടയാടി ഒതുക്കും എന്ന് പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അമേരിക്കയുടെ ആധുനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കലാപമായി ഇത് മാറിയേക്കുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട്. അമേരിക്കയിലെ മുഴുവൻ അനധികൃത കുടിയേറ്റക്കാരെയും കണ്ടെത്തുമെന്നും അവരെ പടിപടിയായി നാടുകടത്തുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ യുദ്ധം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കാൻ ട്രംപ് ഒരുക്കമല്ല. അമേരിക്ക അമേരിക്കക്കാർക്കുള്ളതാണ്. അമേരിക്കയിൽ ഏതെങ്കിലും ഒരു തൊഴിലിൽ ആവശ്യത്തിന് ആളെ കിട്ടുന്നില്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ വിദേശത്തു നിന്നും യോഗ്യതയുള്ളവരെ കൊണ്ടുവന്നോളാം, അവർ ഇവിടെ പണിയെടുത്ത് നികുതി അടച്ച് ജീവിക്കട്ടെ, അല്ലാതെ മറ്റ് രാജ്യങ്ങൾക്ക് ഭാരമായിരിക്കുന്ന ആർക്കും വേണ്ടാത്തവർ ഇങ്ങോട്ട് വരണ്ട എന്നതാണ് ട്രംപിന്റെ നിലപാട്. അനധികൃത കുടിയേറ്റത്തെ ഏറെ വെറുക്കുന്നവരാണ് അമേരിക്കക്കാർ. ഡെമോക്രാറ്റിക് പാർട്ടിയിലെ വലിയൊരു വിഭാഗം ആളുകൾ പോലും ട്രംപിന്റെ അനധികൃത കുടിയേറ്റത്തിനെതിരെയുള്ള നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ്. പണ്ട് ലോകത്തെ ഏറ്റവും മനോഹരമായ നഗരങ്ങളിൽ ഒന്നായിരുന്നു ലോസ് ആഞ്ചലസ്. അമേരിക്കയിലെ ഏറ്റവും സുന്ദരമായ 2-3 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കാലിഫോർണിയ. സമ്പന്നരായ മനുഷ്യരാണ് ലോസ് ആഞ്ചലസിന്റെ ഔട്ട്സ്കേർട്സുകളിൽ താമസിക്കുന്നത്. കോടീശ്വരന്മാരായ സിനിമക്കാരും ബിസിനസ്സുകാരും ഒക്കെ തന്നെ കാലിഫോർണിയയിലോ ഫ്ലോറിഡയിലോ താമസിക്കുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വലിയ മാറ്റം ലോസ് ആഞ്ചലസിനും കാലിഫോർണിയയ്ക്കും സംഭവിച്ചിരിക്കുന്നു. തെരുവിൽ ഉറങ്ങുന്നവരും ഭിക്ഷയാചിക്കുന്നവരുമൊക്കെ ഇപ്പോൾ കാഴ്ചയായി മാറിയിരിക്കുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുമായിരുന്നു. എന്നാൽ ആർക്കും തെരുവിലുറങ്ങാം, ആർക്കും ഭിക്ഷയാചിക്കാം എന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു. കാലിഫോർണിയയിലെ സമ്പന്നർ താമസിക്കുന്ന ചെറുനഗരങ്ങളിൽ പോലും കൊള്ളയും കൊള്ളുവയ്പും ആരംഭിച്ചിരിക്കുന്നു. വീട് കുത്തി തുറക്കുന്നതും കാറ് മോഷ്ടിക്കുന്നതുമൊക്കെ ഇപ്പോൾ ഇവിടെ പതിവാണ്. വീട് തുറന്നിട്ടിട്ട് പോയാൽ പോലും ഒരു കുഴപ്പവും ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ ഇല്ലാത്ത ഒരു നാടിന്റെ മാറ്റം ആ നാട്ടിലെ ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യുന്നതും ജയിലിൽ അടയ്ക്കുന്നതും നാട് കടത്തുന്നതും അമേരിക്കയുടെ പൊതുവികാരമായി മാറുന്നു. എന്നാൽ ഡെമോക്രാറ്റിക് പാർട്ടിയും അവരുടെ ഗവർണറും അവരുടെ മേയറും ഒക്കെ ഇതിനെ എതിർക്കുന്നത് മാത്രം. പോലീസുകാർക്ക് പോലും പൊതുവെ സർക്കാരിന്റെ നിലപാടിനോട് വിയോജിപ്പാണുള്ളത്. നാട്ടുകാർ പോലീസിൽ വിളിച്ച് പരാതിപ്പെട്ടാൽ നിങ്ങളുടെ മേയറോട് പറയൂ എന്ന് പറയുന്ന അനുഭവം പലതവണ ഉണ്ടായിട്ടുണ്ട്. പോലീസ് ഇത്തരം കള്ളന്മാരെയും തെരുവിൽ കിടക്കുന്നവരെയും ഒക്കെ പിടിച്ചാലും അവരെ വിട്ടയക്കേണ്ട സാഹചര്യം ഇപ്പോഴുണ്ടാവുന്നു. ഇതിനെല്ലാം പരിഹാരമുണ്ടാക്കും എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനമാണ് ഇപ്പോൾ കലാപത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കലാപവും തന്നെ പിന്തിരിപ്പിക്കില്ല. താൻ അമേരിക്കയെ ശുദ്ധീകരിച്ച് തൻ്റെ ജോലി അവസാനിപ്പിക്കുമെന്ന ഭാഷയിൽ ട്രംപ് മുമ്പോട്ട് പോകുന്നു.